Third question, if y is equal to a cos log x, cos x എന്ന് പറയുന്നത് log x ആണ്, പ്ലസ് b sin log x, show that x square into dy by dx plus x square into d square y by dx square plus x into dy by dx plus y equal to 0. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് y ആദ്യം എടുക്കാം. y ഈസ് ഈക്വൽ ടു a ഇൻറ്റു കോസ് ലോഗ് എക്സ് പ്ലസ് ബി സൈൻ ലോഗ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുവാണെങ്കിൽ dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ട് ടേംസ് ആയതുകൊണ്ട് ആദ്യം സം റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്ന് പറയുന്നത് മൈനസ് സൈനാണ്. അപ്പോൾ ലോഗ് എക്സിന് അപ്പം നമുക്ക് ഓർക്കേണ്ട റൂൾ ഇതാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ടി. നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ, ടി എന്ന് പറയുന്നത് വേറൊരു എക്സ് അല്ല, വേറൊരു ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ വരുന്നത്, അത് മൈനസ് സൈൻ ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. എക്സിന് പകരം എന്ത് വന്നോ അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. അപ്പോൾ ഇവിടെ കോസിൻ്റേത് മൈനസ് സൈൻ ടി, അപ്പോൾ മൈനസ് സൈൻ ലോഗ് എക്സ് വരും. പിന്നെ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് വരും. പ്ലസ് അടുത്തത് എന്താ, അടുത്ത ടേം ബി ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് ലോഗ് എക്സ് ഇൻറ്റു ഇത് എക്സിന് പകരം ലോഗ് എക്സ് ആയതുകൊണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എ സൈൻ ലോഗ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 ബൈ എക്സ് പ്ലസ് ബി കോസ് ലോഗ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് വരും. അപ്പോൾ നമുക്ക് എക്സ് കോമൺ ആയതുകൊണ്ട് നമുക്ക് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതുവാണെങ്കിൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ സൈൻ ലോഗ് എക്സ്, കാരണം 1 ബൈ എക്സ് കോമൺ ആയതല്ല, അതിന് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡും, പ്ലസ് ബി കോസ് ലോഗ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. ഇനി രണ്ട് സൈഡും ഒന്നും കൂടെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇവിടെ എക്സും ഡി വൈ ബൈ ഡി എക്സും ഉള്ളതുകൊണ്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആദ്യം എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്തു, പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് 1 വരും. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു മൈനസ് എ സൈൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ നമ്മൾ ചെയ്തതാണ്. സൈൻ ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ 1 ബൈ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1 ബൈ എക്സ് വരും. ഇത് ഈ എക്സ് കോമൺ ആയതുകൊണ്ട് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എ കോസ് ലോഗ് എക്സ് മൈനസ് ബി സൈൻ ലോഗ് എക്സ് എന്ന് വരും. മൈനസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ കോസ് ലോഗ് എക്സ് പ്ലസ് ബി സൈൻ ലോഗ് എക്സ് എന്ന് വരും. അപ്പോൾ ഇത് നമുക്കറിയാം, നമുക്ക് തന്നേക്കുന്ന വൈ അല്ലേ, എ കോസ് ലോഗ് എക്സ് ബി സൈൻ ലോഗ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇത് വൈ ആണ്, മൈനസ് വൈ ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if p square is equal to a square cos square theta plus b square sin square theta, prove that p plus d square p by d theta square is equal to a square b square divided by p cube. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താ, പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ
പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന്. നമ്മൾ രണ്ട് സൈഡും പി ഈസ് എ ഫങ്ഷൻ ഓഫ് തീറ്റയാണ്. രണ്ട് സൈഡും തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. പി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2p ഇൻറ്റു പി ഈസ് എ ഫങ്ഷൻ ഓഫ് തീറ്റ ആയതുകൊണ്ട് ഡി പി ബൈ ഡി തീറ്റ. പി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2p ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു പി. നമ്മൾ പി സ്ക്വയറിനെ പി വെച്ച് ചെയ്യുമ്പോഴാണ് 2p വരുന്നത്. ഇത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആയതുകൊണ്ട് ഡി പി ബൈ ഡി തീറ്റയും കൂടെ വരും. ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ്. പി സ്ക്വയർ ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം പി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2p ആണ്. അപ്പോൾ ഇൻറ്റു ഡി പി ബൈ ഡി തീറ്റ വരും. കാരണം 2p മാത്രം എന്ന് പറഞ്ഞാൽ അത് പി സ്ക്വയർ ബൈ പി സ്ക്വയറിനെ പി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന. അപ്പം ഇത് തീറ്റ ആയതുകൊണ്ട് ആ 2pയുടെ കൂടെ ഡി പി ബൈ ഡി തീറ്റയും കൂടെ വരും. എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. കോസ് സ്ക്വയർ തീറ്റയെ നമ്മൾ ആദ്യം എക്സ് സ്ക്വയർ കാണുന്നത് പോലെ 2 കോസ് തീറ്റ എന്ന് എഴുതും. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് പറയുന്ന പോലെ കോസ് സ്ക്വയറിൻ്റെത് 2 കോസ് തീറ്റ എന്ന് എഴുതി. പക്ഷേ ഇത് എക്സ് സ്ക്വയർ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് ഇൻറ്റു എക്സ് സ്ക്വയറിന് പകരം എന്താണോ വന്നത് അതിൻ്റെ ആ ഡെറിവേറ്റീവ്. അപ്പോൾ കോസ് എക്സിന് പകരം കോസ് ആണ് വന്നേക്കുന്നത്. അപ്പം ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റയും കൂടെ വരും. അപ്പോൾ 2 കോസ് തീറ്റ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. സൈൻ സ്ക്വയർ മുമ്പത്തെ പോലെ തന്നെ സൈൻ സ്ക്വയറിനെ നമ്മൾ എക്സ് സ്ക്വയർ ആയിട്ട് കണ്ട 2 സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ. പ്ലസ് അല്ല, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ. അപ്പം 2p ഡി പി ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് 2b സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. അപ്പം 2a സ്ക്വയർ മൈനസ് 2a സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് 2b സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഇപ്പോൾ ഇവിടെ ഒരു 2 ആണ്, എല്ലായിടത്തും 2 ഉള്ളതുകൊണ്ട് നമുക്ക് പി ഡി പി ബൈ ഡി തീറ്റ 2 ക്യാൻസൽ ചെയ്താൽ കോസ് തീറ്റ സൈൻ തീറ്റ കോമൺ ആണ്. കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് ചെയ്താലോ? ഇവിടെ 2 ക്യാൻസൽ ചെയ്തു, എല്ലായിടത്തും 2 ഉണ്ട്. പിന്നെ നമ്മൾ കോസ് തീറ്റ സൈൻ തീറ്റ കോമൺ എടുത്തത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. രണ്ട് സൈഡും തീറ്റ വെച്ചിട്ട് ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം ആദ്യം പി ഇൻറ്റു ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ഡി പി ബൈ ഡി തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് പി വരുമല്ലോ. അപ്പോൾ അത് പിന്നെയും ഡി പി ബൈ ഡി തീറ്റ. അതായത് ചെയ്തത് ഇവിടെ പ്രൊഡക്റ്റ് റൂളാണ്. പി ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുമ്പോൾ പി ഇൻറ്റു ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ഡി പി ബൈ ഡി തീറ്റ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുമ്പോൾ ഡി പി ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഇനി കോസ് തീറ്റ സൈൻ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി കോസ് തീറ്റ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവാണ് നമുക്ക് വേണ്ടത്. അപ്പം കോസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ എന്ന് പറയുമ്പം അതെന്താണ്? അത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എന്ന് പറയുമ്പം മൈനസ് സൈൻ തീറ്റ എന്ന് വരും. ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റീവ് ആണ്. അപ്പോൾ ഈ സൈഡിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. പി ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറയുമ്പം പി ഇൻറ്റു ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ഡി പി ബൈ ഡി തീറ്റ ഇൻറ്റു പിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ പിന്നെയും ഡി പി ബൈ ഡി തീറ്റ. ഇനി ഈ സൈഡ് ചെയ്യുമ്പം ബി സ്ക്വയർ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോൾ. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ആകെ ഉള്ളത് ഈ ഡിഫറൻസിയേഷനാണ്. പക്ഷേ ആ ഡിഫറൻസിയേഷൻ റൂളുകൾ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ കോസ് തീറ്റ സൈൻ തീറ്റയ്ക്ക് നമുക്ക് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ. അപ്പോൾ മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇത് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടി? പി ഇൻറ്റു ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ഡി പി ബൈ ഡി തീറ്റ ഡി പി ബൈ ഡി തീറ്റ 2 പ്രാവശ്യം വരുമല്ലോ. ഡി പി ബൈ ഡി തീറ്റ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു
കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയാം. നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെയാണ്. ഇതിൽ നമുക്ക് ഇനി ഒന്ന് ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടി ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അതെന്താണ് തന്നേക്കുന്നത്? അത് പി സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പം ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഇൻറ്റു ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ഡി പി ബൈ ഡി തീറ്റ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പി ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയറും പിയും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്ന് ഓരോ പി കളയണം. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഡി പി ബൈ ഡി തീറ്റ ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡി പി ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് എന്താണ്? പി ഇൻറ്റു ഡി പി ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരുന്നു. അപ്പം ഡി പി ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി അല്ലേ. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുവാണെങ്കിൽ ഇത് 2 എടുക്കുക. ഫ്രം 1 ഡി പി ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി എന്ന് എഴുതാലോ. പി ഇൻറ്റു ഡി പി ബൈ ഡി തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം ഡി പി ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ സൈൻ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ആണ്. അപ്പം നമുക്ക് വേണ്ട ഡി പി ബൈ ഡി തീറ്റ ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം കോസ് തീറ്റ സൈൻ തീറ്റ അപ്പം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അത് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ടുവിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി ഇൻറ്റു ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ഡി പി ബൈ ഡി തീറ്റ സ്ക്വയർ എന്ന് പറയുമ്പം കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. അതായത് ഈ കിട്ടിയ ഡി പി ബൈ ഡി തീറ്റ ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ കൊണ്ട് ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം പി ഇൻറ്റു ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ പി സ്ക്വയർ ഇങ്ങോട്ടും ഇത് ഇപ്പുറത്തോട്ടും കൊണ്ടുപോകാം. പി ഇൻറ്റു ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ. ഈ പി സ്ക്വയർ ഇവിടെ മൈനസ് പി സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം അത് പ്ലസ് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അടുത്തത് മൈനസ് വരും. മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ്
നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ബി റേസ് ടു 4 മൈനസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് എ റേസ് ടു 4 ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് വരും. നമുക്ക് എൽ സി എം കൂടെ എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ബി റേസ് ടു 4 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് എ റേസ് ടു 4 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2b സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് വരും. ഇനി പി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇത്രയാണ് ഫസ്റ്റ് ടേം വരുന്നത്. മൈനസ് ബി റേസ് ടു 4 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് എ റേസ് ടു 4 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2b സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് വരും. ഇത് നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. ഇത് എ സ്ക്വയർ ബി സ്ക്വയർ കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് ബി റേസ് ടു 4 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അടുത്തത് എ റേസ് ടു 4 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആയിട്ടത് എ സ്ക്വയർ ബി സ്ക്വയർ കോസ് റേസ് ടു 4 തീറ്റ. അടുത്തത് ബി റേസ് ടു 4 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അടുത്തത് എ റേസ് ടു 4 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. പിന്നെ എ സ്ക്വയർ ബി സ്ക്വയർ സൈൻ റേസ് ടു 4 തീറ്റ. എ സ്ക്വയർ ബി സ്ക്വയർ സൈൻ റേസ് ടു 4 തീറ്റ മൈനസ് ബി റേസ് ടു 4 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് എ റേസ് ടു 4 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2b സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് വരും. അതിൽ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോയി, ഈ ടേം ക്യാൻസൽ ചെയ്ത് പോയി. മിച്ചം എന്താ ഉള്ളത്? എ സ്ക്വയർ ബി സ്ക്വയർ കോസ് റേസ് ടു 4 തീറ്റ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് 2b സ്ക്വയർ എ സ്ക്വയർ. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ ബി സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ കോസ് റേസ് ടു 4 തീറ്റ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് വരും. ഇതെന്താ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ അല്ലേ വന്നേക്കുന്നത്. ഓക്കെ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്നാണ്. കാരണം നമുക്ക് കോസ് റേസ് ടു 4 തീറ്റ സൈൻ റേസ് ടു 4 തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, അത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1. അപ്പോൾ അത് എ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡ് ബൈ പി സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ എന്ന് വരും. കാരണം എന്താ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഇൻറ്റു ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ പി സ്ക്വയർ എന്ന് കിട്ടി. ഒരു സൈഡ് ഒന്ന് നമ്മൾ ഡിവൈഡിങ് ബൈ പി, കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? പി ഇൻറ്റു ആ വേണ്ടത്, പി പ്ലസ് ഡി സ്ക്വയർ. അപ്പം ഡി സ്ക്വയർ പി ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് പി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ പി ക്യൂബ് എന്ന് കിട്ടും. ഒരു പി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടി. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. മൊത്തം ഡിഫറൻസിയേഷൻ മാത്രമേ ഉള്ളൂ.